നീ എക്സാമിന് എന്തെങ്കിലും പഠിച്ചായിരുന്നോ? ഗൗരി, നീയുള്ളപ്പോ ഞാനെന്ത് പേടിക്കാനാ? നീയല്ലേ അടുത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്? അയ്യടാ, ഞാനൊന്നും പറഞ്ഞു തരില്ല കേട്ടോ. പറയില്ല നീ? ഇല്ലല്ലോ. അർജുൻ, ഇത് തന്നെയാ ഗൗരി, അഞ്ചു പറഞ്ഞ സർപ്രൈസ്. ഗൗരി, ഗൗരി, നീ ഏത് ലോകത്താ? അർജുനിപ്പോ എന്നെ ഓർമ്മയുണ്ടാകുമോ? അവന്റെ നോട്ടം കണ്ടിട്ട് എന്നെ അറിയ പോലും ഇല്ലെന്നാ തോന്നുന്നത്. എടാ അജു, നിനക്ക് പഠിച്ചതെല്ലാം ഓർക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ചൊക്കെ. അവൻ ഇങ്ങോട്ടാണല്ലോ നോക്കുന്നത്. നിന്നെ എനിക്ക് എവിടെയോ വെച്ച് പരിചയമുള്ളതുപോലെ. എന്തൊക്കെയോ മങ്ങിയ ചിത്രങ്ങൾ തെളിഞ്ഞു വന്നു. അർജുൻ, അവന്റെ ഓർമ്മകളിൽ ഞാൻ വരുന്നുണ്ടെന്നോ? അർജുൻ, എന്താ അവിടെ ഒരു സംസാരം? അർജുൻ ടീച്ചർ. അർജുൻ, നീ പരീക്ഷയിൽ ശ്രദ്ധിക്കൂ. സോറി ടീച്ചർ. ദീപു, ദീപു, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി? നീതു, നിനക്ക് നിന്ന് പറഞ്ഞാ മതി, പക്ഷേ പ്രവർത്തിക്കേണ്ടത് ഞാനല്ലേ? നിനക്ക് പറ്റൂല്ലേ? അത് പറ നീ. നീതു, ഞാനൊരു സത്യം പറയട്ടെ? പറ. എനിക്ക് സത്യം പറഞ്ഞ പേടിയാ നീതു. അവൾ അർജുന്റെ പെങ്ങളാ, അതാ എന്റെ പേടി. അർജുൻ, അവൻ അറിഞ്ഞാൽ അറിയാലോ നിനക്ക്. എന്നാ നീ കേട്ടോ, ഇതാണ് നിനക്ക് പറ്റിയ ഏറ്റവും നല്ല സമയം. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. ഈ ഒരു മത്തങ്ങ തലയന് ഒന്നും വലിയൊരു തലയുണ്ടായിട്ടെന്താ കാര്യം? അതിനകത്ത് വല്ലതൊക്കെ വേണ്ടേ? അമ്മമ്മോ, നിന്റെ കുരുട്ടുബുദ്ധിയൊന്നും എനിക്ക് വരില്ല നീതു. നോക്ക്, ഇപ്പൊ അർജുന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ അവന്റെ തലവേദനയിലാ. പിന്നെ എക്സാം അതുകൂടി ആയപ്പോ തീർന്നല്ലോ. അവൻ അവന്റെ അനിയത്തിയെ നോക്കാൻ പോലും പോകുന്നില്ല. അവളെ ലൈനടിച്ച് സെറ്റാക്കുന്ന ഈ സമയം കൊണ്ട് നീ ആ അഞ്ജലിയെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം. പാവത്താനെ പോലെ നടന്ന് അവളുടെ വിഷമങ്ങളൊക്കെ കേൾക്ക് നീ. എന്നിട്ട് നീ നല്ലവനായി നടിക്ക്. കൊള്ളാം. അർജുന് ഓർമ്മയില്ലാത്ത ഈ സമയത്ത് അഞ്ജലി ആകെ വിഷമത്തിലാണ്. അത് വേണം നീ മുതലെടുക്കാൻ. ആ സഹതാപം മുതലെടുത്ത് നീ അവളെ കയ്യിലെടുക്ക്. ഒരടിക്ക് രണ്ട് പക്ഷി. അതെങ്ങനെ നീതു? അഞ്ജലി നിന്റെ കയ്യിലായാൽ പിന്നെ അവൾ ആ ഗൗരിയെ സഹായിക്കാൻ വരില്ലല്ലോ. അർജുന്റെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നമുക്ക് അപ്പോൾ തന്നെ അറിയുകയും ചെയ്യാം. ഭലേ ബീഷ്, നിന്റെ ബുദ്ധി ആഭാരം തന്നെ നീതു. ഈ ബുദ്ധി നിനക്ക് പരീക്ഷയിലും കാണിച്ചോടെ? എന്നാ നീ ഈ കോളേജിൽ തന്നെ ഫസ്റ്റ് ആവുമല്ലോ. വേണ്ട ദീപു, നീ എന്നെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ കളിയാക്കിയതല്ല നീതു, സത്യം പറഞ്ഞതാ. നീ അവളെ വീഴ്ത്തിയാൽ വിക്രം നിനക്ക് തരാമെന്ന് പറഞ്ഞില്ലേ, ആ ബൈക്ക് ഞാൻ നിനക്ക് വാങ്ങിത്തരും. സെറ്റ് നീതു, സെറ്റ്. ഞാനേ അഞ്ജലിയെ എങ്ങനെയെങ്കിലും വളച്ചോളാം. അവൾ ആ ഗൗരിയുടെ അടുത്തേക്ക് പോലും പോവില്ല. എന്താ അർജുൻ പറയാനുണ്ടെന്ന് പറഞ്ഞത്? എന്തോ എനിക്ക് ഇയാളെ കാണുമ്പോഴെല്ലാം പറ അർജുൻ. എന്തോ എനിക്ക് തോന്നിയതാണെന്നറിയില്ല. എന്താ അർജുൻ? പറ അർജുൻ. എന്തോ നിന്നെ കാണുമ്പോഴെല്ലാം മുൻജന്മ ബന്ധമുണ്ടായിരുന്നെന്ന് തോന്നിപ്പോകുന്നു. പറയടോ, തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ തല വല്ലാത്ത വേദന.